ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് പത്രങ്ങൾ, അതുപോലെ തന്നെ മാഗസിൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങള് ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം PSC ചോദിച്ചിട്ടുള്ള പത്രങ്ങള്, മാഗസിൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് മൊത്തം പറയുകയാണ്. ഇത് 2025 ഡിഗ്രി ഒരു ലെവൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഹെർമൻ ഗുണ്ടർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളാണ് ചോദിച്ചത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് ഫാക്ട്സ്, അതായത് PSC ചോദിക്കുന്ന എല്ലാ പത്രങ്ങള്, മാഗസിൻസ്, സ്ഥിരം ചോദിക്കുന്ന എല്ലാം നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. റിവിഷൻ ആണിത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ 55 ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് പ്ലസ് അതിന്റെ എല്ലാം തന്നെ മോക്ക് ടെസ്റ്റുകൾ, അതായത് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഒരു 22 ദിവസത്തെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഈ മോക്ക് ടെസ്റ്റ് ഓരോ ടോപ്പിക്സിനെയും ബേസ് ചെയ്തിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ളതും UPSC ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മലയാളം, ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ഇതിനുശേഷം GK പ്ലസ് ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്തിയിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും 22 ദിവസത്തിന് ശേഷം കോമൺ ആയിട്ട്. അപ്പം മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡീറ്റെയിൽസിനകത്ത് കാണുന്ന നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9207515990. ഈ വാട്സപ്പിലേക്ക് നിങ്ങൾ ഒരു ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട് ഒരു മെസ്സേജ് അയക്കുക. നോട്ട്സ്, ക്ലാസ്, അതുപോലെ തന്നെ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ, GK പ്ലസ് ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്യാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അപ്പൊ 22 ഡേയ്സിന്റെ ഹോട്ട് ടോപ്പിക്സിന് ശേഷമായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് GKയും ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായിട്ട് ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ബുക്ക് റിട്ടൺ ബൈ ദി ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട്. ഈ കൂട്ടത്തിൽ ഏതാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെ ബുക്ക് അല്ലാത്തതെന്നാണ് ചോദ്യം. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ബുക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയണം അല്ലെ. നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിനകത്ത് കേരള സമാചാരം, കേരള പഴമ, മലയാള ഭാഷാ വ്യാകരണം, കേരളോൽപ്പത്തി, ഇങ്ങനെയാണ് കിടക്കുന്നത് ആണല്ലോ. ഇവിടെ നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രം ഏതാണ്? മലയാളത്തിന്റെ ആദ്യ പത്രം എന്നറിയപ്പെടുന്നത് രാജ്യസമാചാരമാണ് അല്ലെ. മലയാളത്തിന്റെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. മലയാളത്തിലെ തന്നെ ആദ്യത്തേതാണ്. ഇത് ആരംഭിച്ചത് ആരാണ്? നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ടാണ് അല്ലെ. ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ തന്നെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ആരംഭിച്ചത്. അപ്പൊ ഇവിടെ എന്താ? കേരള സമാചാരം, അങ്ങനെ ഒരു ബുക്ക് ഇദ്ദേഹം എഴുതിയിട്ടില്ല. ഇങ്ങനെ ഒരു ബുക്കും ഇല്ല, ഒരു പത്രവും ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറയാം ഹെർമൻ ഗുണ്ടർട്ടിനെ സംബന്ധിച്ച്. ഇത് 1847 രാജ്യസമാചാരം എന്ന് പറയുന്ന ഈ ഒരു പത്രം പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു? തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. എവിടെ നിന്നാണ്? തലശ്ശേരിയില് ഇല്ലിക്കുന്ന് പ്രസ്. പഠിച്ചു വെക്കുക, ഇല്ലിക്കുന്ന് പ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് രാജ്യസമാചാരം, മലയാളത്തിലെ ആദ്യത്തെ പത്രം, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ക്രിസ്തുമത ആശയങ്ങൾക്കാണ് രാജ്യസമാചാരം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. 1850 ഇത് പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുകയും ചെയ്തു. 42 ലക്കങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. 42 ലക്കങ്ങളായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പത്രം, അതായത് രണ്ടാമത്തെ മലയാള പത്രം ഏതാണ്? പശ്ചിമോദയം. ഇതും ചോദിച്ചിട്ടുണ്ട്. പശ്ചിമോദയമാണ് രണ്ടാമത്തെ മലയാള പത്രം. രണ്ടാമത്തെ മലയാള പത്രം ഏതാണ്? പശ്ചിമോദയം മലയാള പത്രം. ആദ്യത്തേത് രാജ്യസമാചാരം. ഇതും ആരാണ് ആരംഭിച്ചത്? ഇതേ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. പശ്ചിമോദയം ആരംഭിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് മറ്റൊരു ചോദ്യം വരാറുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക എന്ന് പറയുന്നത് പശ്ചിമോദയമാണ്. അപ്പം രണ്ടാമത്തെ മലയാള പത്രം പശ്ചിമോദയമാണ്. പ്രാധാന്യം നൽകിയിരുന്ന വിഷയം ശാസ്ത്രത്തെ പറ്റിയിട്ടുള്ളത്, അവബോധങ്ങള്, GK, ഭൂമിശാസ്ത്രം, അതുപോലെ ജ്യോതിഷം, ഇതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക, മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പശ്ചിമോദയമാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഹെർമൻ ഗുണ്ടർട്ടിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കേരള പഴമയും കേരളോൽപ്പത്തിയുമാണ്. കേരളോൽപ്പത്തി എന്ന് പറയുന്ന 2 ഗ്രന്ഥങ്ങള് വന്നത് എവിടെയാണ്? ഈ പശ്ചിമോദയം പത്രത്തിലാണ്. അപ്പൊ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്
ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, രാജ്യസമാചാരം, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഇദ്ദേഹമാണ് തുടങ്ങിയത്. ഹെർമൻ ഗുണ്ടർട്ടാണ് 1847. രണ്ടാമത്തെ പത്രവും ഹെർമൻ ഗുണ്ടർട്ടാണ്, പശ്ചിമോദയം. ഈ പശ്ചിമോദയത്തിൽ ഇദ്ദേഹം എഴുതിയ 2 ഗ്രന്ഥങ്ങളാണ് കേരള പഴമയും കേരളോൽപ്പത്തിയും ആണല്ലോ. ക്വസ്റ്റ്യനകത്ത് കേരള പഴമയുണ്ട്, കേരളോൽപ്പത്തിയുണ്ട്, കൂട്ടത്തിൽ തന്നെ മലയാള ഭാഷാ വ്യാകരണം എന്ന് പറയുന്ന ഒന്നും കൂടെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് അത്? നമ്മൾ ഓൾറെഡി കൊച്ചു ക്ലാസ് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. മലയാള ഭാഷാ വ്യാകരണം എഴുതിയിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് കേരള സമാചാരം ഇദ്ദേഹത്തിന്റെ അല്ല, കേരള സമാചാരമല്ല, രാജ്യ സമാചാരമാണ് ഇദ്ദേഹത്തിന്റെ പത്രം. അപ്പം ഈ 3 ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ബുക്ക് എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്, പത്രം എന്നല്ല ചോദിച്ചിട്ടുള്ളത്. സോ ഈ 3 ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിന്റെയാണ്, കേരള സമാചാരം ഇദ്ദേഹത്തിന്റെ അല്ല. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ്സുകൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കാം. എന്താണ് രാജ്യസമാചാരം? പശ്ചിമോദയം. ഓക്കെ ആണല്ലോ. ഈ പശ്ചിമോദയത്തിന്റെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഫ്രെഡറിക് മുള്ളർ, ഇദ്ദേഹമായിരുന്നു പശ്ചിമോദയത്തിന്റെ പത്രാധിപർ എന്ന് പറയുന്നത്. ഇതും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇത് 1847, പശ്ചിമോദയം 1847 തന്നെയാണ്. പക്ഷേ മാസങ്ങളുടെ വ്യത്യാസമുണ്ട്. ഒക്ടോബറിൽ തലശ്ശേരിയിൽ ഇല്ലിക്കുന്ന് പ്രസ്, ഇത് 1847 ജൂണിലാണ്. അപ്പൊ മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഈ 2 പത്രങ്ങളും രണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തലശ്ശേരിയിൽ ഇല്ലിക്കുന്ന് പ്രസിൽ നിന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പത്രമാണ് ജ്ഞാന നിക്ഷേപം എന്ന് പറയും. ജ്ഞാന നിക്ഷേപം ഇതാണ് മലയാളത്തിലെ 3ാമത്തെ പത്രം. 1ാമത്തെ പത്രം രാജ്യസമാചാരം, 2ാമത്തെ പത്രം പശ്ചിമോദയം, 3ാമത്തത് ജ്ഞാന നിക്ഷേപമാണ്. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രം ഏതാണ്? ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. തൊട്ടടുത്ത വർഷമാണ് 1848 തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രമായിരുന്നു ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്നത്. ഇത് പക്ഷേ CMS കോട്ടയം, CMS പ്രസ് ഉണ്ടല്ലോ, കോട്ടയത്ത് നിന്നാണ് അച്ചടിച്ചത്. അതുപോലെ അച്ചുകൂടം അതുപയോഗിച്ചിട്ട് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള പത്രമാണ് ജ്ഞാന നിക്ഷേപം. മലയാളത്തിലെ 3ാമത്തേത്, അതുപോലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രം, അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള പത്രം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റിയിട്ട് ഓർത്തു വെച്ചേക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അതുപോലെ വാർത്തകളോടൊപ്പം തന്നെ ചിത്രങ്ങളുണ്ടല്ലോ, ഇന്നത്തെ പോലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പത്രവും ഈ ജ്ഞാന നിക്ഷേപമാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും പോയിന്റ്സ് ഇതിനെ പറ്റിയിട്ട് ഓർത്ത് വെച്ചേക്കാം. നേതൃത്വം നൽകിയിരുന്നവരുടെ പേര് കൂടെ പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ ചോദിക്കും. വൈറണ്ട് ജോർജ് മാത്തൻ, ഓർമ്മയിലൊന്ന് ഈ ജോർജ് മാത്തൻ എന്നുള്ള പേര് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ ഡീക്കൻ കോശി, അതെല്ലാവർക്കും അറിയാമായിരിക്കും, ആർച്ച് ഡീക്കൻ കോശി, ഇവര് 2 പേരുമായിരുന്നു നേതൃത്വം നൽകിയിരുന്നവര്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു ചോദ്യമുണ്ട്, പ്രധാനപ്പെട്ട PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. അത് നമ്മുടെ എന്താണ്, സ്വദേശാഭിമാനി സ്ഥിരം ചോദ്യമാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സുജാ നന്ദിനി. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. സുജാ നന്ദിനി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സുജാ നന്ദിനിയുടെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിച്ചത്. പരവൂർ, പഠിച്ചു വെക്കുക കേട്ടോ, പരവൂർ കേശവൻ ആശാനാണ് സുജാ നന്ദിനിയുടെ സ്ഥാപകൻ. ഓക്കെ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കുമാരൻ ആശാന്റെ കൃതികളൊക്കെ ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് എവിടെയാണ്? സുജാ നന്ദിനിയിലാണ്. കുമാരനാശാന്റെ കൃതികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമാണ് സുജാ നന്ദിനി. ഓക്കെ ആണല്ലോ. അപ്പൊ പരവൂരിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നതെന്നൂടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഈ സുജാ നന്ദിനി ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അല്ലമീൻ പത്രത്തെ പറ്റി ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്കൊരു ഓർഡറിൽ ഇങ്ങനെ വരാം. മിതവാദി ചോദിച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. മിതവാദി എന്ന് പറയുന്നത് ആരാണ് സ്ഥാപകൻ? ടി ശിവശങ്കരനാണ് സ്ഥാപകൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടി ശിവശങ്കരനാണ് മിതവാദിയുടെ സ്ഥാപകൻ. ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മൂർക്കോത്ത് കുമാരനാണ് ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നത്. അച്ചടിച്ചത് തലശ്ശേരിയിലാണ്, വിദ്യാവിലാസം പ്രസ്സിലാണ്. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ, അതായത് നമ്മൾ മിതവാദി ചേർത്ത് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആരാത്? മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്നത് സി കൃഷ്ണനാണ് അല്ലെ. മിതവാദി എന്ന പേരിൽ അറിയപ്പെടുന്നത് സി കൃഷ്ണനാണ്. ഓക്കെ. അപ്പൊ 1913 മൂർക്കോത്ത് കുമാരൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ ആദ്യത്തെ പത്രാധിപര് മിതവാദിയുടെ മൂർക്കോത്ത് കുമാരനാണ്. ഇദ്ദേഹത്തിന്റെ പകരം പത്രത്തിന്റെ അവകാശം സ്വന്തമാക്കി മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്ന പേരിൽ സി കൃഷ്ണനാണ് ഇത് പിന്നീട് പുനരാരംഭിക്കുന്നത്. അപ്പൊ ഈ മിതവാദി
എന്താ ഒരു ടൈറ്റിലൂടെ കൊടുത്തു, തീയരുടെ വക ഒരു മലയാള മാസിക. ഇങ്ങനെ ആക്കിയ സി കൃഷ്ണനാണ്. സോ മിതവാദി കൃഷ്ണൻ സി കൃഷ്ണനാണ്. അതുപോലെ 1917 ഇമ്പോർട്ടന്റ് ആണ്, റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ്. റഷ്യൻ വിപ്ലവത്തിന് 1917 പിന്തുണ പ്രഖ്യാപിച്ച ഒരു പത്രം ഏതാണ്? മലയാള പത്രമാണ് മിതവാദി എന്ന് പറയുന്നത്. അതായത് മിതവാദി ഈ പറഞ്ഞോട്ട് തീയർ എന്ന് പറയുമ്പോൾ ആലോചിച്ചോണം മിതവാദി. തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു മിതവാദി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മൾ പറഞ്ഞു 1907 അതായത് 1907 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. 1907 ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ മിക്ക പത്രങ്ങളും തുടക്കത്തിൽ തലശ്ശേരിയിൽ നിന്ന് തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ തലശ്ശേരിയിൽ നിന്നും 1907 ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പം കുമാരനാശാന്റെ വീണപ്പൂവ് 1907 സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, പ്രസിദ്ധീകരിക്കുന്നത്. ഇത് മിതവാദിയിലാണ്. ഓക്കെ, അപ്പം മിതവാദിയിലാണ് 1907 കുമാരനാശാന്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചു വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഓർത്തു വെച്ചേക്കാം. അടുത്ത മറ്റൊരു പോയിന്റ് ഏതാ? അടുത്തത് നിങ്ങൾക്ക് അറിയാം, വിവേകോദയം. എന്താ അത്? വിവേകോദയം ആരുടെ പത്രമാണ് വിവേകോദയം എന്ന് പറയുന്നത്? 1904 തിരുവനന്തപുരത്ത് നിന്നാണിത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എന്തിന്റെ മുഖപത്രം? SNDPയുടെ. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. SNDPയുടെ മുഖപത്രമാണ്. നിലവിലത്തെ മുഖപത്രം ഏതാ? യോഗനാഥം അല്ലെ. തുടക്കത്തില് വിവേകോദയം, ഇപ്പം യോഗനാഥാണ് മുഖപത്രം എന്ന് പറയുന്നത്. ആ പോയിന്റും കൂടെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട്. അടുത്തത് മലയാളി എന്ന് പറയുന്ന പത്രം. ഓക്കെ, അതെന്താണ്? അതായത് കേരളത്തിലെ ആദ്യത്തെ ഒരു സാമുദായിക പത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളിയാണ്. എന്താണ്? സാമുദായിക പത്രം. ഇതിപ്പോ സാമുദായിക പത്രമാണ് വിവേകോദയം. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സാമുദായിക പത്രമാണ് മലയാളി എന്ന് പറയുന്നത്. അതായത് മലയാളി സോഷ്യൽ റീഫോം ലീഗ് ഡി കൃഷ്ണപിള്ളയും പി താണുപിള്ളയും ചേർന്ന് രൂപീകരിക്കുകയും അങ്ങനെ മലയാളി സോഷ്യൽ റീഫോം ലീഗിന്റെ പിൻകാലനാമം മലയാളി സഭ എന്നുള്ള പേരിൽ അറിയപ്പെടുകയും അവരുടെ പത്രമാണ് ഈ മലയാളി. അതായത് ആദ്യത്തെ സാമുദായിക പത്രമാണ്. അത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സിനകത്ത് പറഞ്ഞതിനകത്ത് ഒരു സംശയവും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴും ചോദിക്കുന്ന ഈ പറഞ്ഞതുകൂട്ട് തന്നെ അൽ അമീൻ എന്ന് പറയുന്ന പത്രം സ്ഥിരം ചോദിക്കാറുണ്ട്. അൽ അമീനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ദേശാഭിമാനിയെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അൽ ഇസ്ലാം ചോദിക്കാറുണ്ട്, മുസ്ലിം ചോദിക്കാറുണ്ട്, ദീപിക ചോദിക്കാറുണ്ട്. ആദ്യം അത് പറയട്ടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഡിഗ്രി പ്രിലിംസിനും എല്ലാത്തിനകത്തും വരുന്നത്. നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട 3 പത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. 3 പത്രങ്ങൾക്കപ്പുറത്തോട്ട് മാഗസിൻസ് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. മുസ്ലിം എന്ന് പറയുന്നതും അൽ ഇസ്ലാം എന്ന് പറയുന്നതും ദീപിക എന്ന് പറയുന്നതും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വക്കം അബ്ദുൽ ഖാദർ, ഇതൊരു റിവിഷൻ പോലെ എടുക്കുക, അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? മുസ്ലിം എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച ഒരു പത്രമാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുപോലെ അൽ ഇസ്ലാം എന്ന് പറയുന്നത് 1918, ഇത് 1906 1906 then 1918 അൽ ഇസ്ലാം പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ ദീപിക 1931. ഇപ്പം ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ദീപികയാണ്. അപ്പൊ പ്രസിദ്ധീകരണങ്ങളാണ് ഇതെല്ലാം. ഓക്കെ ആണല്ലോ. അപ്പം മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത മറ്റൊരു ചോദ്യം, നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ് അൽ അമീൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അൽ അമീൻ പത്രാണ്. അൽ അമീൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1924 പത്രം ആരംഭിച്ചത്. ഓക്കെ, അപ്പം ഇത് നിരോധിച്ചു. എന്താ കാരണം? അതായത് ഒരു പ്രത്യേക ലേഖനം അതിനകത്ത് വന്നു, കോൺഗ്രസും യുദ്ധവും എന്ന് പറയുന്ന ഒരു ലേഖനം വരികയും അത് അൽ അമീൻ പത്രം നിരോധിക്കുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഓർത്തു വെച്ചേക്കാം. ഇനി മറ്റൊരെണ്ണം എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സഹോദരൻ എന്ന് പറയുന്ന. എന്താണ് സഹോദരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടെയാണെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പന്റെ ആണ്.
ഓക്കെ, സഹോദരൻ അയ്യപ്പന്റെയാണ് സഹോദരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. യുക്തിവാദി ആരുടെയാണ്? സ്ഥാപകൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് യുക്തിവാദി. അപ്പം യുക്തിവാദി എന്ന് പറയുന്നതും സഹോദരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം? സഹോദരൻ അയ്യപ്പന്റെയാണ്. അതുപോലെ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ഒരു ദിനപത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലക്കാരനാണെന്ന് ഓർക്കുക കേട്ടോ. എന്താണ്? സഹോദരൻ, യുക്തിവാദി, ഇത് രണ്ടും പ്രസിദ്ധീകരണങ്ങൾ സഹോദരൻ അയ്യപ്പന്റെയാണ്. എന്നാൽ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രമാണ് ഏത്? വേലക്കാരൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കും, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ കേസരി, സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേസരി എന്ന് പറയുന്നത്. അപ്പൊ കേസരിയെ പറ്റിയിട്ട് പറയാം. കേസരി എന്ന് പറയുന്നത് 1930 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പത്രാധിപരായിരുന്നു ബാലകൃഷ്ണപിള്ള, അല്ലെ? കേസരി ബാലകൃഷ്ണപിള്ള എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം മുപ്പേൽപ്പ് പ്രസംഗം എന്ന തലക്കെട്ടോടുകൂടി കേസരിയിൽ പ്രസിദ്ധീകരിച്ചത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രസംഗമാണ്. അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ടിരുന്ന പത്രമാണ് കേസരി എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ഒരു പത്രമാണ് ലോകമാന്യൻ. ലോകമാന്യൻ, ലോകമാന്യൻ എന്നാണ്. ലോകമാന്യൻ ഇത് പത്രം ആരംഭിച്ചത് കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും PW സെബാസ്റ്റ്യനും ചേർന്നിട്ടാണ്. തൃശ്ശൂരാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഓർത്തു വെച്ചേക്ക, ലോകമാന്യൻ, ഈ പേര് ഓർത്തു വെച്ചേക്ക. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും PW സെബാസ്റ്റ്യനുമാണ് ചേർന്നിട്ടാണ് ലോകമാന്യൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത്. അതുപോലെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഉള്ളൂ പറയാനായിട്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തിയേക്കാം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സ്വദേശാഭിമാനി എല്ലാവർക്കും അറിയാമല്ലോ. സ്വദേശാഭിമാനി 1915 കൊല്ലത്തു നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി ആരാ? TK മാധവനാണ് സ്വദേശാഭിമാനിയുമായിട്ട് ബന്ധപ്പെട്ടത്. ആദ്യത്തെ പത്രാധിപർ TK നാരായണനാണ്. സ്വദേശാഭിമാനി അല്ല, ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നത് ആരാണ്? TK നാരായണനായിരുന്നു. സ്ഥാപകരാണ് TK മാധവനും KP കയ്യാലക്കലും ഒക്കെ ചേർന്നിട്ട്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചിട്ട് ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് ആരംഭിക്കുന്ന മുഖപ്രസംഗം തയ്യാറാക്കിയത് ദേശാഭിമാനിയിലാണ്. അപ്പൊ ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്നത് TK മാധവനാണ്. ഓക്കെ ആണല്ലോ. അപ്പം സ്വദേശാഭിമാനി തെറ്റിപ്പോയി, ദേശാഭിമാനിയാണ് കേട്ടോ. ദേശാഭിമാനി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? TK മാധവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ഓർത്തു വെച്ചേക്കാം. ദെൻ ഭാഷാപോഷിണി എന്ന് പറയുന്ന ഒരു പത്രം, അല്ലെ? അത് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ്, പത്രമല്ല, പ്രസിദ്ധീകരണമാണ് ഭാഷാപോഷിണി. കണ്ടത്തിൽ വർഗീസ് മാപ്പിള, പ്രീവിയസ് ചോദ്യമാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെയാണ് ഭാഷാപോഷിണി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. 1898 സ്റ്റാർട്ട് ചെയ്തത്, ആരംഭിച്ചത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഭാഷാപോഷിണി. സർവീസ് ആരുടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. നായർ സർവീസ് സൊസൈറ്റിയുടെ NSSന്റെ മുഖപത്രമാണ് സർവീസ്. 1920 ഇത് ആരംഭിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിവിഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇത് എപ്പോഴും ചോദിക്കും. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരാറുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.